എനിക്ക് വട്ടായതാണോ അതെന്റെ നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ? നമ്മൾ ഒരാൾ പറയുന്നതാണ് വിശ്വസിക്കുക, അതോ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് വിശ്വസിക്കുക? അപ്പോൾ കേരളത്തിൽ 2-3 ദിവസം മുന്നേ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ അവരുടെ വിശദീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും 2 വാഹനങ്ങൾ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വാഹനങ്ങൾ സമരം ചെയ്തതിൽ എന്തെങ്കിലും പോരായുമ്പോൾ ജനാധിപത്യ ഇതാരെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി. എന്നാൽ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗവൺമെന്റ് സ്കൂളുകളിലുണ്ടായ അടിസ്ഥാന സൗകര്യങ്ങളും അതിൻ്റെ ഒരു മാറ്റങ്ങളും ചെറുതൊന്നുമല്ല. വി ശിവൻകുട്ടിയുടെ വലിയ സംഭാവനയാണ് ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഉണ്ടായത്. വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. കഴിഞ്ഞ ഇലക്ഷന് വിജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ച ഒരാളാണ് വി ശിവൻകുട്ടി. അങ്ങനെയുള്ള ഒരാളിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ TV-കളിൽ കൂടെയും മറ്റ് മാധ്യമങ്ങളിൽ കൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരാളിന്റെ പ്രതികരണം കൂടെ നമുക്ക് കാണാം. അത് പ്രതികരണം മാത്രം കണ്ടാൽ പോരാ, തൊട്ടടുത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കൃത്യമായി കാണുക. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപാട് തവണ കണ്ട കാര്യങ്ങളായിരിക്കും, എന്നാലും ഒരു തവണ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്ന്, എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. ആളിനെ മനസ്സിലായല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തെ ഭരിച്ച മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ. എനിക്കിതിൽ വലിയൊരു അതിശയമൊന്നും എനിക്ക് തോന്നുന്നില്ല. വലിയ മാറ്റങ്ങളൊന്നുമില്ല പുള്ളിക്കാരനെ സംബന്ധിച്ച്. അന്നും ഇന്നും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും. എനിക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാധാനപരമായ ഒരു പ്രതിഷേധം ഇങ്ങനെയല്ല. ഇത് മറ്റേതെങ്കിലും പാർട്ടിക്കാരാണ് നടത്തിയിരുന്നുവെങ്കിൽ ഇതിനെ ഒരു അക്രമം എന്നുള്ള പേരിൽ അവർ വിളിച്ചേനെ. ഇവരിത് നടത്തുമ്പോൾ ഇത് സമാധാനപരമായ ഒരു പ്രതിഷേധം. എന്താ അല്ലേ? എന്തായാലും സംഭവങ്ങളൊക്കെ ജോറായിട്ടുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് ദൃശ്യങ്ങളും ഈ ദൃശ്യമാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കേണ്ടി വന്നേനെ. താങ്ക് യു.